Good morning dear students and warm welcome to our 8th online class. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെക്രട്ടേറിയൽ ഓഡിറ്റ് ആണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത്, അതിൻ്റെ നടത്തിയിട്ടില്ലെങ്കിൽ അതിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് പണിഷ്മെൻറ്റ്, സെക്രട്ടേറിയൽ ഓഡിറ്ററെ എങ്ങനെയൊക്കെയാണ് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്, സെക്രട്ടേറിയൽ ഓഡിറ്ററുടെ പവേഴ്സ് എന്തൊക്കെയാണ്, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നതാണ്. സെക്രട്ടേറിയൽ ഓഡിറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 വന്നതോടു കൂടിയിട്ടാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ടു ചെക്ക് കംപ്ലയൻസ് മെയ്ഡ് ബൈ ദ കമ്പനി അണ്ടർ കോർപ്പറേറ്റ് ലോ ആൻഡ് അതർ ലോസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന വെരിഫിക്കേഷൻ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ അത്യാവശ്യമായിട്ട് തോന്നിയതുകൊണ്ട് അതെങ്ങനെയൊക്കെ കോർപ്പറേറ്റ് ലോ പ്രകാരം മറ്റുള്ള ലോസ്, അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് അതൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ആരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. It is a mechanism to monitor compliance with the requirements of stated laws and process. പ്രോസസ്സുകളും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ലോ, മറ്റുള്ള ലോകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അത് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. പീരിയോഡിക്കൽ എക്സാമിനേഷൻ ഓഫ് വർക്ക് ഈസ് യൂസ്ഫുൾ ടു പോയിൻ്റ് ഔട്ട് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് ആൻഡ് ടു മേക്ക് എ ഗുഡ് കംപ്ലയൻസ് മെക്കാനിസം സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെക്കാനിസം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പീരിയോഡിക്കലായിട്ട് എക്സാമിനേഷൻ ആവശ്യമാണ്. അതായത് പീരിയോഡിക്കലായിട്ട് അവിടെ നടക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യുകയും അതിൽ എന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റം അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ്റെ ആവശ്യം ഉണ്ട്. എവറി കമ്പനി നീഡ്സ് ടു കംപ്ലൈ മെനി ഓഫ് ദ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ അത് ഇഫക്റ്റീവ് എഫിഷ്യൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പനികളും അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസും നിയമപരമായിട്ടുള്ളതായാലും മറ്റുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും വളരെയധികം ഫോളോ ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് DCA പറയുന്നതും അതുപോലെ തന്നെ സെബി പറയുന്ന ഗൈഡ് ലൈൻസ് ഓരോ കമ്പനിയും കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. ദീസ് ലോസ് ആർ എ കോംപ്ലെക്സ് ആൻഡ് നോൺ കംപ്ലയൻസ് വുഡ് അട്രാക്ട് മേജർ ലീഗൽ ആക്ഷൻ. ഇനി അത് അനുസരിച്ചില്ലെങ്കിൽ വളരെയധികം കോംപ്ലക്സിറ്റീസ് അവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നതിനെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലീഗൽ ആക്ഷന് പോകാതെ നിയമങ്ങളും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യുകയാണ് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം. പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ റെക്കോർഡ്സ് ഓഫ് കമ്പനി gives correct information whether company has complied with the laws applicable to the company. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ, ആ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് അതിൻ്റെ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് DCAക്കോ അല്ലെങ്കിൽ സെബിക്കോ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഓരോ കമ്പനിയും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റിക്ക് അത് റിലേറ്റഡ് ടു ദ കമ്പനി കൊടുക്കേണ്ടത്. സെക്രട്ടേറിയൽ ഓഡിറ്റ് ഗീവ്സ് മെനി ബെനിഫിറ്റ്സ് ടു ദ റെഗുലേറ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ദാറ്റ് എ കമ്പനി ഹാസ് ഫോളോഡ് എ ഡിസിപ്ലിൻഡ് അപ്രോച്ച് ടു ഇവാലുവേറ്റ് ആൻഡ് ഇംപ്രൂവ് ഇഫക്റ്റീവ്നെസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ്, കൺട്രോൾ ആൻഡ് ഗവേണൻസ് പ്രോസസ്. അപ്പോൾ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയും സെക്രട്ടേറിയൽ ഓഡിറ്റ് ഒരു കമ്പനിയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റായിട്ട്, അതായത് നിയമപരമായിട്ട്
സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ലീഗൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മാനേജ്മെൻറ്റിന് അതിൻ്റെ ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ള സിസ്റ്റം കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ കൺട്രോള്, ഗവർണൻസ്, പ്രൊസീജിയർ എന്ന് പറയുന്നതിലും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഓരോ എൻറ്റിറ്റീസിലും ഉള്ളത്. As per Section 204 of the Companies Act 2013, following companies are required to obtain secretarial audit report from independent practicing company secretary. 2013 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് വരുത്തിയതിന് ശേഷം സെക്ഷൻ 204 പ്രകാരം എല്ലാ കമ്പനീസും സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി നടത്തിയിട്ടുള്ളത് കൊടുത്തിരിക്കണം. ഇനി എങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്യേണ്ടത്? എവറി ലിസ്റ്റഡ് കമ്പനി, every public company having a paid up share capital of 50 crores rupees or more, every public company having a turnover of 250 crores rupees or more. It is also mandatory to a private company which is a subsidiary of a public company and which falls under the prescribed class of companies. അപ്പോൾ സെക്ഷൻ 204 കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ അത് ഏതൊക്കെയാണ്? ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ എവറി പബ്ലിക് കമ്പനി ഹാവിങ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 50 crores rupees, 50 കോടിയേക്കാൾ കൂടുതലായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പബ്ലിക് കമ്പനിയാണ്. അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 250 കോടിയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ് വിച്ച് ഈസ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി, പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് അത്, വിച്ച് ഫോൾസ് അണ്ടർ ദ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ്. പ്രത്യേകമായിട്ട് പറയുന്ന സെക്ഷൻ 204 പ്രകാരം പ്രത്യേകമായിട്ട് പറയുന്ന കമ്പനിയുടെ ആ ഒരു അണ്ടറിൽ വരുന്ന ഒരു സബ്സിഡറി കമ്പനിയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവിടെയും എന്ത് ചെയ്തിരിക്കണം? സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫർണിഷ് ചെയ്തിരിക്കണം. Only a member of the Institute of Company Secretaries of India holding a certificate of practice, that is Company Secretary in Practice, can conduct a secretarial audit and furnish the secretarial audit report to the company. അപ്പോൾ എന്താണ് ഈ സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ അതിലൊരു മെമ്പറായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണം. അദ്ദേഹത്തിന് മാത്രമേ സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്താനും അതുപോലെ തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനിക്ക് ഫർണിഷ് ചെയ്യാനുമുള്ള പവർ ഉള്ളൂ. ഇത്രയുമാണ് സെക്രട്ടേറിയൽ ഓഡിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു പ്രത്യേകമായിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 204 ആണ്. അത് പ്രകാരമുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ ഒരു എൻറ്റിറ്റിയിൽ വരുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലീഗലായിട്ട് വരുന്ന എല്ലാ നിയമങ്ങളും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുന്നുണ്ടോ, അതിലെന്തെങ്കിലും എറേഴ്സോ മിസ്റ്റേക്കോ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിന് വേണ്ടി, ഒരു റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അദ്ദേഹം പീരിയോഡിക്കലായിട്ട് ഇത് വെരിഫൈ ചെയ്യുകയും സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുകയും വേണം. അത് റെഗുലേറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്തുന്നത്. 204 പ്രകാരം ഏതൊക്കെ കമ്പനികളാണ് ഈ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ നിർബന്ധമായിട്ട് വേണം. പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്, അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 കോടിയേക്കാൾ കൂടുതലുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക് കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 250 കോടിയേക്കാൾ കൂടുതലുണ്ടെങ്കിലോ, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയാണ് പക്ഷേ പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ് പറഞ്ഞിട്ടുള്ള അത് കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻ്റ് ചെയ്യണം. ഇനി ആരെയാണ് സെക്രട്ടേറിയൽ ഓഡിറ്ററായിട്ട് വയ്ക്കുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് ഓഫ്
പ്രാക്ടീസ് എന്ന് പറയുന്ന കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസിൽ ഒരു മെമ്പറായിട്ടുള്ള ഒരു ഓഡിറ്ററെയാണ് ഇവിടെ ഓഡിറ്ററായിട്ട് സെക്രട്ടേറിയൽ ഓഡിറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് മാത്രമേ സെക്രട്ടേറിയൽ ഓഡിറ്റ് നടത്താനും അതുപോലെ തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് ഫർണിഷ് ചെയ്യാനുള്ള പവറുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് സെക്രട്ടേറിയൽ ഓഡിറ്റർ. എങ്ങനെയാണ് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ, ഇപ്പം നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആസ് പെർ റൂൾ 8 ഓഫ് ദ കമ്പനീസ് മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് റൂൾസ് 2014, സെക്രട്ടേറിയൽ ഓഡിറ്റ് ഈസ് റിക്വയർഡ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ മീൻസ് ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് എ ഡ്യൂലി കൺവീൻഡ് ബോർഡ് മീറ്റിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ഷാൽ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days. റൂൾ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് ആണ് ഇവിടെ പറയുന്നത്. അതായത് കമ്പനിയുടെ സ്പെഷ്യൽ റൂൾസ് 2014 അതിലുള്ളതാണ് 8 എന്ന് പറയുന്ന റൂള്. അതിൽ മീറ്റിംഗ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്, അതിൽ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് പവേഴ്സ് ആണ് ഈ റൂൾ 8 എന്ന് പറയുന്നതിൽ പറയുന്നത്. അതിലാണ് എങ്ങനെയാണ് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. It is required to be appointed by means of resolution passed at a duly convened board meeting, and resolution for the appointment shall be filed with the registrar of companies within 30 days. ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ടാണ് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് സെക്രട്ടേറിയൽ ഓഡിറ്ററുടെ അപ്പോയിൻമെൻറ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ആ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 30 daysനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ സെക്രട്ടേറിയൽ ഓഡിറ്റർ ടു ഗെറ്റ് ദ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് ഫ്രം ദ കമ്പനി. അതോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, അതായത് എന്താണോ ഈ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ അഡ്വൈസബിൾ മെമ്മോ എന്ന് പറയും. ആ അഡ്വൈസബിൾ മെമ്മോ ആര് കളക്ട് ചെയ്തിരിക്കണം, ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർ കളക്ട് ചെയ്തിരിക്കണം. ദി സെക്രട്ടേറിയൽ ഓഡിറ്റർ ഷുഡ് ഫോർമലി ആക്സെപ്റ്റ് ദ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ്. അതായത് ഈ അഡ്വൈസ് മെമ്മോ എന്ന് പറയുന്ന ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റ് സെക്രട്ടേറിയൽ ഓഡിറ്റർക്ക് കൊടുക്കുകയും ആ സെക്രട്ടേറിയൽ ഓഡിറ്റർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ലെറ്റർ ഓഫ് എൻഗേജ്മെൻറ്റിന് വാലിഡിറ്റി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റർ അത് കളക്ട് ചെയ്യുകയും അത് ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. It is advisable that a change in the secretarial auditor during the year is reported to the members in the board's report. അതുപോലെ തന്നെ ആ സെക്രട്ടേറിയൽ ഓഡിറ്ററെ മാറ്റുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആർക്ക് കൊടുത്തിരിക്കണം, ബോർഡ്സ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. The scope of secretarial audit is not limited to the corporate laws applicable to company, but it extends to all laws applicable to the company. ഇനി സ്കോപ്പ് ഓഫ് സെക്രട്ടേറിയൽ ഓഡിറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ദ കോർപ്പറേറ്റ് ലോസ്. കോർപ്പറേറ്റ് ലോസ് അനുസരിക്കുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിങ് മാത്രമല്ല, അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ആ കമ്പനിയെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും ആ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർക്കുണ്ട്. അപ്പോൾ സ്കോപ്പ് ഓഫ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു എ കോർപ്പറേറ്റ് ലോസ് അപ്ലിക്കബിൾ ടു ദ കമ്പനി. കമ്പനി ലോസ്, കോർപ്പറേറ്റ് ലോസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൽ മാത്രമല്ല, ബട്ട് ഇറ്റ് എക്സ്റ്റെൻഡ് ടു ഓൾ ലോസ് അപ്ലിക്കബിൾ ടു ദ കമ്പനി. ആ കമ്പനിക്ക് എന്തൊക്കെയാണ് നിയമപരമായിട്ട് അനുസരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിങ് കൂടി ആരും ചെയ്തിരിക്കണം, ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക്ക് പവേഴ്സ് ടു സെക്രട്ടേറിയൽ ഓഡിറ്റർ. ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റർക്ക് എന്തൊക്കെയാണ് പവേഴ്സ് ഉള്ളത്? ദ കമ്പനീസ് ആക്ട് 2013 ഹാസ് എംപവർഡ് സെക്രട്ടേറിയൽ ഓഡിറ്റർ ആൻഡ് ഹാസ് ഗിവൺ ഹിം ഓൾ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ആസ് ഗിവൺ ടു എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ സ്കോപ്പ്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നതിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ പവേഴ്സും ആർക്കുണ്ടായിരിക്കും, ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർക്ക് എന്ത് പവേഴ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ആ സെയിം പവേഴ്സ് തന്നെ ആർക്കുണ്ടായിരിക്കും, സെക്രട്ടേറിയൽ ഓഡിറ്റർക്കും ഉണ്ടായിരിക്കും. ആസ് പെർ സെക്ഷൻ 204
The secretarial auditor company shall be entitled to require from the officers of the company such information and explanation as he may consider necessary for the performance of his duties as auditor. അപ്പോൾ സെക്രട്ടേറിയൽ ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 204 പ്രകാരം ഉള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആര് ചെയ്യേണ്ടത്? ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫങ്ഷൻ ചെയ്യുന്ന സമയത്ത് the auditor company shall be entitled to require from the officers of the company such information and explanation as he may consider necessary for the performance of his duties as an auditor. അപ്പോൾ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷൻസും ആര് കൊടുത്തിരിക്കണം? ആ കമ്പനിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആർക്ക് കൊടുത്തിരിക്കണം? നമ്മുടെ സെക്രട്ടേറിയൽ ഓഡിറ്റർക്ക് കൊടുത്തിരിക്കണം. The secretarial audit report shall annex with its board's report made in terms of subsection 3 of section 134 of the Companies Act 2013. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റർ എന്ത് ഫർണിഷ് ചെയ്തിരിക്കണം? ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം? ഒരു കമ്പനിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? അനെക്സ് വിത്ത് ഇറ്റ്സ് ബോർഡ്സ് റിപ്പോർട്ട് മെയ്ഡ് ഇൻ ടേംസ് ഓഫ് സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 134 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 134 സബ്സെക്ഷൻ 3 പറയുന്ന എല്ലാ അനക്സേഴ്സും, അതായത് ബോർഡ് റിപ്പോർട്ടിൽ വേണ്ടതായിട്ടുള്ള എല്ലാ അനക്സേഴ്സും എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. Ministry of Corporate Affairs, wide its circular number 08/2014 dated 4th April 2014 has clarified that board's report of the company relating to financial year that commenced before 1st April 2014 shall be made in accordance with the relevant provisions of the Companies Act 1956. ഒരു പുതിയൊരു അമെൻമെൻറ്റ് 2014 ഏപ്രിൽ 4 ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട്, ആരാണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഈ സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. സർക്കുലർ നമ്പർ 08/2014 ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു 4th April 2014 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സർക്കുലർ പ്രകാരം എന്താണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടത്? Board's report of the company relating to financial year that commenced before 1st April 2014. 1st April 2014 മുമ്പായിട്ട് ഒരു കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ റിപ്പോർട്ട് എങ്ങനെയുള്ളതായിരിക്കും? എന്തിനെ കുറിച്ചിട്ട്? റിലേറ്റിംഗ് ടു ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ ഷാൽ ബി മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 1956. അപ്പോൾ 1st April 2014 മുമ്പുള്ള ഫിനാൻഷ്യൽ ഇയറുകളിൽ അവിടെ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഏതിൻ്റെ റിലേറ്റഡ് ആയിരിക്കണം? കമ്പനീസ് ആക്ട് 1956 ആണ്. 1st April 2014 ശേഷം വരുന്ന ഫിനാൻഷ്യൽ ഇയറുകളിൽ മാത്രമേ കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ ഏത് ആക്റ്റാണ് കംപ്ലൈ ചെയ്യേണ്ടത്? കമ്പനീസ് ആക്ട് 1956 ആണ്. അപ്പോൾ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1st April 2014 തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് എന്ത് ചെയ്യേണ്ടത്? പുതിയ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള പ്രൊവിഷൻസ് ഫോളോ ചെയ്യേണ്ടത്. ഇനി as the secretarial audit report is an annexer to board's report, thus the secretarial audit is not mandatory for financial year ended 31st March 2014. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത് 31st March 2014 ആണെങ്കിൽ അതിൽ ഈ പറയുന്ന സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. അപ്പോൾ ഇത്രയാണ് പവേഴ്സ് ടു സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 204 കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനിയുടെ ഓഫീസേഴ്സും ഈ സെക്രട്ടറിയൽ ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഡ്യൂട്ടീസ് ചെയ്യാനുള്ള എല്ലാ ഇൻഫോർമേഷൻസും എക്സ്പ്ലനേഷനും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ബോർഡ് റിപ്പോർട്ടിൻ്റെ അനക്സർ എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത് സബ്സെക്ഷൻ 3 സെക്ഷൻ 134 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പറയുന്ന എല്ലാ
എല്ലാ NXSൽ പറയുന്ന മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2014 1 ഏപ്രിൽ തുടങ്ങിയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ കമ്പനീസ് ആക്ട് 2013 പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പൽസറി ആക്കിയിട്ടുള്ളത്. അതിന് മുന്നുള്ള വർഷങ്ങളിൽ 1956 കമ്പനീസ് ആക്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു മാൻഡേറ്ററി അല്ല. അതുപോലെ തന്നെ 31 മാർച്ച് 2014 എന്ന് പറയുന്നതിലും എന്ത് മാൻഡേറ്ററി അല്ല, സെക്രട്ടറി ഓഡിറ്റർ റിപ്പോർട്ട് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. ഇനി പണിഷ്മെൻറ്റ് ഫോർ ഡീഫോൾട്ട്, ഇതിൽ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് വരും, പണിഷ്മെൻറ്റ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. Subsection 4 of Section 204 of the Companies Act 2013 provides that if a company or any officer of the company or the company secretary in practice contravenes the provisions of Section 204 of the Act, the company, every officer of the company or the company secretary in practice who is in default shall be punishable with fine which shall not be less than 1 lakh rupees but may എക്സ്റ്റെൻഡ് ടു 5 lakh rupees. 1 ലക്ഷം തുടങ്ങി 5 ലക്ഷം വരെയാണ് പണിഷ്മെൻറ്റിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. സെക്ഷൻ 4 അതുപോലെ തന്നെ സെക്ഷൻ 204 സബ്സെക്ഷൻ 4 പറയുന്ന കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രൊവിഷൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയിലത്തെ ഏതെങ്കിലും ഒരു ഓഫീസറോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസോ ഈ സെക്ഷൻ 204 പറയുന്ന കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഏതെങ്കിലും പ്രൊവിഷൻസിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ത് ചെയ്യപ്പെടും, പണിഷ് ചെയ്യപ്പെടും. ആ പണിഷ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഫൈൻ എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh rupees ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees. 1 ലക്ഷം തുടങ്ങി 5 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ഫൈൻ എന്ന് പറയുന്നത് വരുന്നത്. അത് ആർക്കൊക്കെ ആവാം, ആർക്കൊക്കെയാണ് ഈ ഫൈൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്? കമ്പനിക്ക് ആവാം, അല്ലെങ്കിൽ എവറി ഓഫീസർ ഓഫ് ദ കമ്പനി ആവാം, അല്ലെങ്കിൽ സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ആയിരിക്കാം. ആരാണോ ഈ ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ളത് ആ പേഴ്സൺ ആയിരിക്കും ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. Moreover, as per subsection 15 of section 143 of the Companies Act 2013, if a secretarial auditor has reason to believe that an offence involving fraud is being or has been committed against a company by officers or employees of the company, he shall immediately report the matter to the central government with such time and in such a manner as may be prescribed. ഇനി ഇദ്ദേഹം മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗലായിട്ടുള്ള ഒരു ഡിഫക്റ്റ് വരുത്തുകയോ എറർ വരുത്തുകയോ ഫ്രോഡ് വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒമിഷനോ കമ്മീഷനോ ആവാം. അത് ഈ സെക്രട്ടേറിയൽ ഓഡിറ്റർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അത് ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയോ ആണ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉടനടി ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ മാറ്റർ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനോട് ഉടനടി ആ കാര്യം അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ അതെങ്ങനെയാണ് അറിയിക്കേണ്ടത്? സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിനുള്ളിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫോമിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഇൻഫോം ചെയ്തിരിക്കണം. ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 143 സബ്സെക്ഷൻ 15 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് സെക്രട്ടേറിയൽ ഓഡിറ്ററോട് എന്ത് പറയുന്നത്? എന്താണ് ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ മാൽ പ്രാക്ടീസോ വരാനുള്ള കാരണം എന്താണെന്നും അത് ആരാണ് ചെയ്തതെന്നുള്ളതും, അതായത് ചിലപ്പോൾ ഓഫീസറായിരിക്കാം, ചിലപ്പോൾ എംപ്ലോയീസ് ആയിരിക്കാം, ആണ് ചെയ്തിട്ടുള്ളതിൻ്റെ അതിൻ്റെ റീസണും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ആര് കൊടുക്കേണ്ടത്? നമ്മളുടെ സെക്രട്ടേറിയൽ ഓഡിറ്റർ. ആർക്കോ കൊടുക്കേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു റിപ്പോർട്ടായിട്ട് സ്പെസിഫിക് ടൈമിനുള്ളിൽ സ്പെസിഫൈഡ് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ തന്നെ കൊടുത്തിരിക്കണം. Failure to do so shall attract a fine which shall not be less than 1 lakh rupees but which may extend to 25 lakh rupees. ഇനി ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റർ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് കണ്ടെത്തുകയും ആ ഫ്രോഡിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൽ സ്പെസിഫൈ ആയിട്ടുള്ള ടൈമിനുള്ളിൽ ഇൻഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യപ്പെടും? ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. ആ ഫൈൻ എത്ര രൂപയാണ്? 1 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഇവിടെ പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റർ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്.
Next topic, professional responsibility and penalty for incorrect audit report. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തത് ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടിട്ടുള്ളതല്ല, അതുപോലെ തന്നെ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെനാൽറ്റി ഈടാക്കുന്നത്? Section 448 of the Companies Act 2013 suggests a penalty for false statement. തെറ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷനാണ് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റർ ഫർണിഷ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 448 പ്രകാരം പെനാൽറ്റി ചാർജ് ചെയ്യും. The section provides that if any return, report, certificate, financial statement, prospectus, statement or other document required by or for the purpose of any of the provisions of this act or the rules made thereunder, any person makes a statement, he shall be liable under section 447. അപ്പോൾ ഈ ഫോൾസ് വരുത്തുന്നത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? സെക്ഷൻ 447 അണ്ടറിലാണ് വരുന്നത്. ഏതിലൊക്കെയാണ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്? അതായത് ഈ സെക്ഷൻ 448 എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലോ, അല്ലെങ്കിൽ റിപ്പോർട്ട്, സർട്ടിഫിക്കറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓർ അതർ ഡോക്യുമെൻറ്റ് റിക്വയർഡ് ബൈ ഓർ ഫോർ ദ പർപ്പസ് ഓഫ് എനി പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പറയുന്ന ഏതെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ദ റൂൾസ് മെയ്ഡ് ദെയർ അണ്ടർ എനി പേഴ്സൺ മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, ആരാണോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹമായിരിക്കും സെക്ഷൻ 447 പ്രകാരം പെനാൽറ്റിക്ക് ചാർജ് ചെയ്യുന്ന ആൾ. which is a false in any material particulars knowing it to be false or which omits any material fact knowing it to be material. അപ്പോൾ ഇവിടുത്തെ എറേഴ്സ് എന്ന് പറയുന്നതിന് രണ്ട് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഒന്ന് എന്താണ്? വിച്ച് ഈസ് ഫാൾസ് ഇൻ എനി മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സ്, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള പർട്ടിക്കുലർ തെറ്റായിക്കൊണ്ട്, ഫാൾസ് ഇറ്റ് ടു ബി ഫാൾസ് നോയിങ് ഇറ്റ് ടു ബി ഫാൾസ്, അറിവോടുകൂടി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു മെറ്റീരിയൽ ഫാക്റ്റ് അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം പറയുന്നത് വിച്ച് ഒമിറ്റ്സ് എനി മെറ്റീരിയൽ ഫാക്റ്റ്, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, അത് അബദ്ധവശാൽ ഒമിറ്റ് ചെയ്യപ്പെടുകയാണ്. നോയിങ് ഇറ്റ് ടു ബി മെറ്റീരിയൽ ആണെന്ന് അറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒമിറ്റ് ചെയ്തു. രണ്ട് തരത്തിലുള്ള എറേഴ്സാണ് ഇവിടെ പറയുന്നത്. ഒന്ന് തെറ്റാണെന്ന് അറിയാം, എന്നിട്ട് ആ മെറ്റീരിയൽ പർട്ടിക്കുലർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. രണ്ടാമത്തത് മെറ്റീരിയൽ ഫാക്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല, എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് മിസ്റ്റേക്കുകളാണ് ഇവിടെ പെനാൽറ്റിക്ക് ചാർജ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു എറേഴ്സ് എന്ന് ഇവിടെ പറയുന്നത്. Section 447 deals with the punishment for fraud, which provides that any person who is found to be guilty of fraud shall be punishable with imprisonment for a term which shall not be less than 6 months, but which may extend to 10 years, and shall also be liable to fine which shall not be less than the amount involved in the fraud, but which may extend to 3 times the amount involved in the fraud. രണ്ട് തരത്തിലുള്ള പണിഷ്മെൻറ്റും കൂടിയും ഈ ഫ്രോഡ് വരുത്തിയിട്ടുള്ള, ഇങ്ങനെ ഫാൾസ് വരുത്തിയിട്ടുള്ള, എറേഴ്സ് വരുത്തിയിട്ടുള്ള ആൾ ബെയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ്? ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫൈൻ എന്ന് പറയുന്ന രണ്ട് പണിഷ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 447 പ്രകാരം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ആരാണോ ഈ നേരത്തെ പറഞ്ഞ ഫോൾസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത്, ഹു ഈസ് ഫൗണ്ട് ടു ബി ഗിൽറ്റി ഓഫ് ഫ്രോഡ്, ആ തെറ്റിന് കാരണക്കാരൻ ആരാണോ അദ്ദേഹമാണ് പണിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇംപ്രിസൺമെൻ്റ് എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 6 months, ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years, 6 മാസം തുടങ്ങി 10 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ഫൈൻ വഴി കൊടുക്കേണ്ടതായിട്ട് വരും. ഫൈൻ്റെ എമൗണ്ട് എത്രയാണ്? ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്രോഡ്. ഫ്രോഡ് ആ മെറ്റീരിയൽ ഫാക്ടറിന് എത്ര വാല്യൂ ആണോ കൊടുത്തിട്ടുള്ളത് ആ വാല്യൂവിനേക്കാൾ താഴെ ആയിട്ടുള്ള ഒരു ഫൈൻ വരുന്നില്ല. ഷാൽ നോട്ട് ബി ലെസ് ദാൻ ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്രോഡ്. ഫ്രോഡിൽ എത്ര എമൗണ്ട് വരുന്നുണ്ട് അതിനേക്കാൾ താഴെ പോവാനായിട്ട് പാടില്ല. അത് എത്ര വരെ ആവാം? 3 മടങ്ങ് വരെ ആവാനായിട്ട് പറ്റും. അതായത് ഒരു 1000 രൂപയാണ് ഫ്രോഡ് വരുത്തിയിട്ടുള്ള ആ മെറ്റീരിയൽ ഇൻഫോർമേഷൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ 1000 തുടങ്ങി അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3000 രൂപ വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ 2 തരത്തിലുള്ള പണിഷ്മെൻ്റാണ് വരുന്നത്. ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, അത് 6 മാസം തുടങ്ങി 10 വർഷം വരെ ആവാം. ഇനി അതോടൊപ്പം തന്നെ ഫൈനും വരുന്നുണ്ട്. ഫൈൻ എന്ന് പറയുന്നത് എത്ര രൂപയുടെ ഫ്രോഡാണ് അവിടെ വരുത്തിയിട്ടുള്ളത് ആ എമൗണ്ട് തുടങ്ങി അതിൻ്റെ 3 ഇരട്ടി വരുന്ന തുക വരെ ചാർജ് ചെയ്യാവുന്നത് ആണ്. Then in case the fraud in question involves public interest, the term of imprisonment shall not be less than 3 years. അതുപോലെ തന്നെ ഈ വരുത്തിയ ഫ്രോഡ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മെറ്റീരിയൽ ഫാക്റ്റാണ് ഇവർ ഫോൾസ് വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 3 years, 3 വർഷത്തിൽ കുറയാത്ത ഒരു ഇംപ്രിസൺമെൻ്റ് ആണ്, ജയിൽ ശിക്ഷയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. In terms of section 448, a company secretary in practice is liable to attract penal provision if he makes statement in the secretarial report which is false, is any material particulars knowing it be false, or omits any material fact knowing it to be material. ഇനി സെക്ഷൻ 448 പ്രകാരം കമ്പനി സെക്രട്ടറി മോണിറ്ററിങ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ചൊരു സെക്രട്ടേറിയൽ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഒമിറ്റ് വന്നതായാലും അല്ലെങ്കിൽ ഫ്രോഡായിട്ട് തെറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം അറിഞ്ഞാൽ ഉടനടി സെക്രട്ടേറിയൽ റിപ്പോർട്ട് വഴി അത് സെൻട്രൽ ഗവൺമെൻറ്റിന് അയച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരില്ല, പണിഷ് ചെയ്യപ്പെടേണ്ട വരില്ല. അപ്പോൾ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഈസ് ലൈബിൾ ടു അട്രാക്ട് പീനൽ പ്രൊവിഷൻ. അത് അറിഞ്ഞ ഉടനടി അത് സെൻട്രൽ ഗവൺമെൻറ്റിന് സെക്രട്ടറിയൽ റിപ്പോർട്ട് വഴി അറിയിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യപ്പെടും, ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അത് അത്രത്തോളം സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഈ സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും എങ്ങനെയാണ് ഒരു സെക്രട്ടേറിയൽ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പവേഴ്സ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്നതും സെക്രട്ടേറിയൽ ഓഡിറ്റർ എന്ന് പറയുന്നതും സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന 3 കാറ്റഗറി ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കൊക്കെ കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ക്ലാസ് ആക്ഷനാണ്. എന്താണ് ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്? ക്ലാസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ പ്രൊസീഡിംഗ് ആണ്, ഒരു ലീഗലായിട്ടുള്ള പ്രൊസീഡിങ്. അത് എന്തിനുള്ള ലീഗൽ പ്രൊസീഡിംഗ് ആണ്? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ പ്ലെയിൻറ്റിഫായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദിയായിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആസ് പെർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 245 പ്രകാരമാണ് നമ്മൾ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് ആക്ഷൻ ഈസ് എ ലീഗൽ പ്രൊസീഡിംഗ് ഇൻ വിച്ച് വൺ ഓർ സെവറൽ പ്ലെയിൻറ്റിഫ്സ് ബ്രിങ് സ്യൂട്ട് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ്. ഒന്നോ അതിലധികമോ വാദികൾ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 445 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ്സ് അബൌട്ട് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. അപ്പോൾ ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് തരുന്നത് സെക്ഷൻ 245 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആണ്. Class action suits are the ones which can be filed by a group of persons instead of them filing different individual suits on the same subject matter. ഒരേ ഒരു സബ്ജക്റ്റ് മാറ്ററിന് പല ആൾക്കാർ കേസ് ഫയൽ ചെയ്യാതെ അവരെല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ഒരു വാദി പത്രിക തന്നെ തയ്യാറാക്കിക്കൊണ്ട് കേസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ വിച്ച് ക്യാൻ ബി ഫൈൽഡ് ബൈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത് ഫയൽ ചെയ്യുന്നത്, സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദം ഫയലിംഗ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ
suits on the same subject matter. ഒരേ ഒരു സബ്ജക്റ്റ് മാറ്ററിന് വേണ്ടി പല ആൾക്കാർ കേസിന് പോവാതെ എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരാൾ അത് കേസ് ഫയൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. Whenever the shareholders or creditor depositors feel that the management of a company is conducting affairs which are prejudicial to the interest of the shareholders or depositors or both, they can together file a class action suit by few people representing the all group of aggrieved persons. ഇവിടെ നമ്മളുടെ ഒരു കമ്പനി എന്ന് പറയുന്നത് പ്രവർത്തിക്കേണ്ടത് ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ്. അവർക്ക് അവരുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാതെ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരു ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് അതിൽ ഒന്നോ രണ്ടോ പേര് ഈ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. They can reduce the cost of legal pursuit. Class actions may provide the only means for some individual claimants to pursue their case. അപ്പോൾ ഓരോരുത്തരും കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതേസമയം അവരെല്ലാവരെയും ഒരു ഗ്രൂപ്പായി ചേർത്തുകൊണ്ട് ലീഗൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ക്ലാസ് ആക്ഷൻസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ക്ലെയിമൻ്റ് ആണ് ടു പെർസ്യൂ ദെയർ കേസ്. അവരുടെ കേസിന് ഒരു വെയിറ്റേജ് കിട്ടാൻ വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ക്ലെയിമൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്കാണ് ഇത് ലീഡ് ചെയ്യുന്നത്. Individuals may also have a greater chance of successfully pursuing their claims against a defendant or defendants. ഒരാൾ തനിയെ ചെയ്യുമ്പോൾ അതിൻ്റെ വിജയത്തിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ സക്സസ്ഫുള്ളി പേഴ്സ്യൂയിങ്, അത് ആ കേസ് എന്ന് പറയുന്നത് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള, അതുപോലെ തന്നെ ക്ലെയിംസ് എന്ന് പറയുന്നത് ഹൈ എമൗണ്ട് കിട്ടാനുള്ള ഒരു പ്രൊവിഷനും കൂടിയും ഇവിടെ കാണുന്നുണ്ട്. Even when represented in a class, members may choose to opt out of any eventual settlement and pursue their claims individually. ഇതിൽ പറയുന്നത് ഇവൻച്വൽ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വേണമെങ്കിൽ ചോദിക്കാം, അതും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലെയിംസ് ആയാലും ഈ ക്ലാസ് ആക്ഷനിൽ ഇവർക്ക് പെർസ്യൂ ചെയ്യാവുന്നതാണ്. Class suit is an effective way for individuals who cannot bear the expense of their own suits. ഒറ്റയ്ക്ക് ലീഗൽ കോസ്റ്റിലേക്ക് പോകാനായിട്ട് തയ്യാറില്ലാത്തവർ, അതുപോലെ തന്നെ ചിലർക്ക് അതിന് പോകാനായിട്ടുള്ള ഒരു എഫിഷ്യൻസി ഇല്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഇല്ലാതെ വരുന്ന ആൾക്കാർ ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്ന ക്ലാസ് സ്യൂട്ടിലേക്ക് പോവുകയാണ് ഇഫക്റ്റീവായിട്ട് വരുന്നത്. അവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കോസ്റ്റ് മാത്രമേ ബെയർ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ, ഇൻഡിവിജ്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ബെയർ ചെയ്യേണ്ടതായിട്ട് വരില്ല. When they are being represented by a specific set of people, every person's voice regarding the common cause is heard before the tribunal. അപ്പോൾ ട്രിബ്യൂണലിലാണെങ്കിൽ എന്താണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്? ഇപ്പോൾ ഒരു 100 പേർക്ക് പരാതി ഉണ്ടെങ്കിൽ ആ 100 പേരുടെ പരാതികൾ കേൾക്കാതെ ആ 100 പേരെ ഒരു ഗ്രൂപ്പായി തരംതിരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിലെ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമേ ട്രിബ്യൂണലിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. All the aggrieved parties can share the expenses or cost for the litigation and make it a cost effective procedure as a whole. അപ്പോൾ ഈ വരുന്ന ലീഗൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവർക്ക് അതിൻ്റെ ഒരു ഷെയർ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ 100 മെമ്പേഴ്സ് ഉണ്ട്, 1000 രൂപയാണ് ചിലവ് എന്ന് പറയുന്നത്, ആ 100 പേര് കൂടി ഈ 1000 രൂപ ബെയർ ചെയ്താൽ മതി. അപ്പോൾ അവരുടെ ലീഗൽ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നടത്താനായിട്ട് സാധിക്കും. Subsection 3 of section 245 provides about the required number of people for filing an application. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2013 സെക്ഷൻ 245 പ്രകാരമുള്ള ക്ലാസ് ആക്ഷൻ അതിൻ്റെ പ്രൊവിഷൻസ് ആണ്. ഇനി പറയുന്നത് 245 സബ്സെക്ഷൻ 3 പ്രകാരം ഈ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എത്ര പേരുണ്ടായിരിക്കണം അതിൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഫോർ ഫയലിംഗ് ആൻ അപ്ലിക്കേഷൻ, ഒരു അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ എത്ര മെമ്പേഴ്സ് വേണമെന്നുള്ളതാണ്. ദ റിക്വസിറ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ് ഫോർ ഫയലിംഗ് അപ്ലിക്കേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 245 ബിഫോർ ദ ട്രിബ്യൂണൽ ഈസ് ക്ലാരിഫൈഡ് ത്രൂ ദ റീസൺ അമെൻമെൻറ്റ് ഇൻ റൂൾ
Rule 84 of the NCLT Rules 2016, which has prescribed the requisite number and hence has given rise to the National Company Law Tribunal, Second Amendment Rules 2019. NCLT എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അത് 2016 ഒരു അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട് റൂൾ 84 പ്രകാരം. ആ റൂൾ 84 പ്രകാരമുള്ള അത് നമ്മൾ NCLTനെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സെക്ഷൻ 245 സബ്സെക്ഷൻ 3 പറയുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു അമെൻമെൻറ്റോട് കൂടിയിട്ട്, അതായത് NCLT 2016 റൂൾ 84 വന്നതോടുകൂടി മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓർ ഡെപ്പോസിറ്റേഴ്സ് ഫോർ ഫയലിംഗ് അപ്ലിക്കേഷൻ അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 245 ബിഫോർ ദ ട്രിബ്യൂണൽ ഈസ് ക്ലാരിഫൈഡ്. അത് റീസെൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. വിച്ച് ഹാസ് പ്രിസ്ക്രൈബ്ഡ് ദ റിക്വസിറ്റ് നമ്പർ ആൻഡ് ഹെൻസ് ഹാസ് ഗിവൺ റൈസ് ടു ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ റൂൾസ് 2019. അപ്പോൾ 2019 പുതിയൊരു അമെൻമെൻറ്റ് NCLTയോട് കൂടിയിട്ടാണ്. മുമ്പുണ്ടായിരുന്ന അമെൻമെൻറ്റ്, അതായത് NCLT റൂൾസ് 2016 ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ റേസ് ചെയ്തിട്ടുള്ളത്. According to such amendment, in case of a company having share capital, there should be at least a 5% of the total number of members of the company or 100 members of the company, whichever is less. First condition പറയുന്നത് ഈ Amendment Act 2019 പ്രകാരം there should be at least a 5% of the total number of members of the company. കമ്പനിയിൽ എത്ര ടോട്ടൽ മെമ്പർ ഉണ്ട് ആ ടോട്ടൽ മെമ്പറിൻ്റെ 5% അല്ലെങ്കിൽ 100 മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ 100 മെമ്പേഴ്സ് ഇതിലേതാണോ കുറവ് അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് മെമ്പർ ഓർ മെമ്പേഴ്സ് ഹൂ ഹോൾഡ് എ മിനിമം 5% ഇൻ ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഇഫ് ഇറ്റ് ഈസ് അൺലിസ്റ്റഡ്. member or members holding a minimum of 2% in the issued share capital if the company is listed. രണ്ട് ടൈപ്പിലുള്ള റൂൾസ് ആണ് പറയുന്നത്. ഒന്ന് അൺലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ ഒന്ന് ലിസ്റ്റഡ് കമ്പനി. അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ 5% ഹോൾഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. മെമ്പർ ഓർ മെമ്പേഴ്സ് ഹൂ ഹോൾഡ് എ മിനിമം ഓഫ് 5% ഓഫ് ദ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിൻ്റെ 5% ഹോൾഡ് ചെയ്തിട്ടുള്ള മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഇനി ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലിൻ്റെ 2% ഹോൾഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് ആയാൽ മതി. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ്റെ കേസിൽ 2 കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 5% ആണ്, 5% കുറയാത്ത മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ 100 പേരുണ്ടായിരിക്കണം. അതിലേതാണോ കുറവോ നമുക്ക് അതെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കേസിൽ ഷെയർ ക്യാപിറ്റൽ വെച്ച് നോക്കുകയാണെങ്കിൽ അൺലിസ്റ്റഡ് ആണെങ്കിൽ 5% താഴെ, അതുപോലെ തന്നെ 5%-നേക്കാൾ കൂടുതലുള്ള ഷെയർ ക്യാപിറ്റലുള്ള മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് വേണം. അതുപോലെ തന്നെ ഇവിടെ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം എത്രയാണ് പറയുന്നത്? 2% ഓഫ് ദ ഷെയർ ക്യാപിറ്റലാണ് പറയുന്നത്. ഇനി ഇൻ ദ കേസ് ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ് ആണ്, അവരുടെ ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 5% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഓർ 100 ഡെപ്പോസിറ്റേഴ്സ് ഓഫ് കമ്പനി വിച്ച് എവർ ഈസ് ലെസ്. എത്ര ഡെപ്പോസിറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ 5% അല്ലെങ്കിൽ 5% മിനിമം വേണം. അതുപോലെ തന്നെ 100 മെമ്പേഴ്സെങ്കിലും ആ കമ്പനിയിലെ ഡെപ്പോസിറ്റേഴ്സ് ആയിട്ടുള്ളവർ ആയാലും മതി. ഇതിലേതാണോ കുറവ് അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ദ ഡെപ്പോസിറ്റേഴ്സ് ടു ഹോം ദ കമ്പനി ഓസ് 5% ഓഫ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 5%-ലേക്ക് കൂടുതലുള്ള ഒരു ഡെപ്പോസിറ്ററോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെയും ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ബേസിസിലാണ് പറയുന്നത്. നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാറ്റഗറിയിലും അതുപോലെ തന്നെ ടോട്ടൽ വോളിയം ഓഫ് ദ ട്രാൻസാക്ഷൻ, എത്രയുണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എത്രയുണ്ട് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ഒരു കാറ്റഗറി ബേസിസിലാണ് NCLT റൂൾസ് 2019 പ്രകാരം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് ആക്ഷനിൽ എത്ര വേണമെന്ന് പറയുന്നത്. After the class action is filed, the NCLT issues a public notice about it. ഇനി ഈ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ NCLT ആണ് ഇതിൻ്റെ കേസിൻ്റെ പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. അവർ ആദ്യമായിട്ട് എന്ത് ചെയ്യും? ഒരു പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യും.
there could be more people joining in who may or may not have qualifying shares. അതുപോലെ തന്നെ ഈ NCLT പബ്ലിക് നോട്ടീസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്കും കൂടിയും ഈ ഗ്രൂപ്പിൽ കൂടാനായിട്ട് സാധിക്കും. there could be more people joining in who may or may not have qualifying shares. ഈ പറഞ്ഞ ക്വാളിഫയിങ് ഷെയർ ഉള്ള ഷെയർ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സോ അവർക്കും കൂടിയും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആഫ്റ്റർ ദി ഇനീഷ്യൽ ഓപ്പണിംഗ് there is an option of others joining in and this being a representative action for others. അപ്പോൾ ഈ പബ്ലിക് നോട്ടീസോട് കൂടി ഇനി കുറേ പേരും കൂടിയും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ജോയിൻ ചെയ്ത ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. In class action suit, people can sue the company, the directors, the auditors, the technical advisors of the company who were party to the fraud because they all need to understand the implication of how the affairs of the company are going to be conducted. എന്തുകൊണ്ടാണ് ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതായത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്തിനുള്ള പവറുണ്ട്? ഈ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസേഴ്സ് എല്ലാവരും എന്താണ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? ഒരു പവർ ആർക്കുണ്ട്? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ അഫയേഴ്സ് കോഡ് ഓഫ് കണ്ടക്റ്റ് വഴിയാണോ, ബേസിക് എത്തിക്സ് വഴിയാണോ അത് ഇംപ്ലിക്കേഷൻ നടത്തുന്നത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ടുള്ള ഒരു മോണിറ്ററിങ് കൂടി സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കമ്പനിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, ടെക്നിക്കൽ അഡ്വൈസേഴ്സിനെതിരായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് അവരുടെ പവർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനുണ്ട്. ഈവൺ ഓഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഓഡിറ്റ് ഫേംസ് ഓഫ് ദ കമ്പനി ആർ നൗ ഈക്വലി ലൈബിൾ. അതുകൊണ്ട് ഓഡിറ്റേഴ്സും കൂടിയും ഇതിൽ ഈക്വൽ ലൈബിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിക്കെതിരായിട്ടും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സിനൊക്കെ എതിരായിട്ട് കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ലൈബിളാണ്? ഓഡിറ്ററും കൂടിയും ലൈബിളാണ്. അതായത് ഓഡിറ്ററുടെ ഒരു ഉത്തരവാദിത്തമാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് അത് പീരിയോഡിക്കലായിട്ട് എന്തെങ്കിലും ഫ്രോഡോ ഒമിഷനോ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ ഇൻഫോർമേഷൻ ആണെങ്കിൽ അത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഓഡിറ്റർക്കുണ്ട് അല്ലേ? അപ്പോൾ ആ ഓഡിറ്ററും കൂടിയും എന്തായിരിക്കും? ലൈബിളായിരിക്കും. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബെനിഫിറ്റ് നൗ അവൈലബിൾ ടു ദി ഇൻവെസ്റ്റേഴ്സ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ NCLT കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. It is a great benefit now available to the investors. It is a warning for the people running, controlling and advising the company. അപ്പോൾ ആരൊക്കെയാണോ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിൽ പ്ലേ ചെയ്യുന്നത്, അതിലെ റണ്ണിങ്, കൺട്രോളിങ്, അഡ്വൈസിങ് എന്ന് പറയുന്നത് ആരൊക്കെയാണോ അവർക്കൊരു വാർണിംഗ് ആണ് ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. Subsection 6 of Section 245 states that any order passed by the Tribunal with regard to the class action suit shall be binding on all the members, depositors, directors, officers, audit firms, audit consultants, experts or any other persons who are associated with the company and its malpractices. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു കമ്പനി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആരൊക്കെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ? എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, ഡെപ്പോസിറ്റേഴ്സ്, ഓഫീസേഴ്സ്, ഓഡിറ്റ് ഫേംസ്, ഓഡിറ്റ് കൺസൾട്ടൻസ്, പിന്നെ ഏതൊക്കെയാണോ ടെക്നിക്കൽ പ്രൊഫഷണൽസ് വരുന്നത് അവരെല്ലാവരും ഇതിന് ഉത്തരവാദികളായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്ഷൻ 245 സബ്സെക്ഷൻ 6 പ്രകാരം ഇവർക്കെതിരായിക്കൊണ്ട് ഒരു ഓർഡർ പാസ് ചെയ്യാൻ ട്രിബ്യൂണലിന് അധികാരം ഉണ്ട്. അതെങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഫ്രോഡ് വരുത്തുകയോ അല്ലെങ്കിൽ ഒരു ഒമിഷൻ വരുത്തുകയോ അതും അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാൽ പ്രാക്ടീസ് നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്ന സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏത് കേസിൽ? സെക്ഷൻ 245 സബ്സെക്ഷൻ 6 പ്രകാരം. Subsection 7 of Section 245 states that when a company fails to obey the order passed by the tribunal, a penalty of amount from rupees 5 lakhs which can be extended to rupees 25 lakhs is levied on the company. ഇനി സെക്ഷൻ 245 സബ്സെക്ഷൻ 7 പ്രകാരം ഈ ട്രിബ്യൂണലിൽ പാസ് ചെയ്തിട്ടുള്ള ഒരു ഓർഡർ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റി എത്ര രൂപയാണ് വരുന്നത്? 5 ലക്ഷം തുടങ്ങി 25 ലക്ഷം രൂപ വരെ പെനാൽറ്റി ചാർജ് ചെയ്യാവുന്നതാണ്.
When an officer of a company who is in default fails to oblige the order passed by the tribunal, then he is punishable by imprisonment, which may extend to 3 years along with the imposing of fine not less than 25,000 but which may extend to rupees 1 lakh. ഇനി ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഓഫീസർ ആയിരിക്കാം. അദ്ദേഹം ട്രിബ്യൂണൽ പറഞ്ഞിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് രണ്ടും കൂടിയാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഇംപ്രിസൺമെൻറ്റും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫൈനും വരുന്നുണ്ട്. അപ്പോൾ ജയിൽ ശിക്ഷ എത്ര നാൾ വരെ കിട്ടും? മേ എക്സ്റ്റെൻഡ് ടു 3 years, 3 വർഷം വരെയുള്ള ഇംപ്രിസൺമെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഫൈൻ എന്ന് പറയുന്നത് 25,000 രൂപ തുടങ്ങി 1 ലക്ഷം രൂപ വരെയുള്ള പെനാൽറ്റിയും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആരാണോ ഈ ഫ്രോഡ് ഡീഫോൾട്ട് വരുത്താനായിട്ട് ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആ ഓഫീസർക്ക് വരുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്തിട്ടും അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് 3 വർഷം വരെയും ഫൈൻ എന്ന് പറയുന്നത് 1 ലക്ഷം വരെ 25,000 രൂപ തുടങ്ങി 1 ലക്ഷം വരെയുള്ള പെനാൽറ്റിയുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് ആക്ഷനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് ചേർന്നുകൊണ്ട് ഒരു കമ്പനിക്ക്, മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനിക്ക് എതിരായിട്ട് കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കേസ് ഫയൽ ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പ് കേസ് ഫയൽ ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്? ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 245 കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഈ ക്ലാസ് ആക്ഷൻ എന്ന് പറയുന്നത് നടത്തുന്നത്. അത് ആർക്കൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഈ കേസ് ഫയൽ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ലീഗൽ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രിബ്യൂണലിൽ കേസ് പോകുമ്പോൾ വിജയകരമായിട്ടുള്ള ഒരു ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ആക്ഷനിലേക്ക് പോകുന്നത്. അതിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടും നമ്മളോട് സെക്ഷൻ 245 സബ്സെക്ഷൻ 3 പറയുന്നുണ്ട്. അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 2019 NCLT വരുത്തിയിട്ടുള്ളതാണ്. അത് പ്രകാരമുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിലായാലും ഡെപ്പോസിറ്റേഴ്സിൻ്റെ കേസിലായാലും മിനിമം നമ്പർ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഡെപ്പോസിറ്റ് എമൗണ്ടിൻ്റെ ബേസിസിലും നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിസിലും നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബേസിസിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ് വരുന്നത്? അതായത് ഈ കേസ് ആക്ഷൻ, അതായത് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് എന്ന് പറയുന്നത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കുന്നത് ആരാണ്? NCLT ആണ്. അതൊരു പബ്ലിക് ഇഷ്യൂ വഴി പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡേഴ്സിന്, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള മെമ്പേഴ്സിന് കൂടിയും ഈ പബ്ലിക് നോട്ടീസിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ട്രിബ്യൂണലിൽ കൊടുക്കുന്ന ഓർഡർ ആരാണോ ഇത് തെറ്റുവരുത്താനുള്ള കാരണക്കാർ അവർക്ക് ഈ ഓർഡർ കൊടുത്തിട്ട് അനുസരിച്ചില്ലെങ്കിൽ വരുന്ന പെനാൽറ്റിയെക്കുറിച്ച് സെക്ഷൻ 245 സബ്സെക്ഷൻ 6, 7 പ്രകാരം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് ആക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി തിയറി വായിച്ചു നോക്കുകയും കൂടുതൽ ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള അറിവ് സമ്പാദിക്കണം. ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 106 6ാമത്തെ അസൈൻമെൻറ്റാണ് ഇന്ന് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആർമർ ജെ ആൻഡ് മെക്ചറി ജെ എന്ന് പറയുന്ന ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എടുത്തുകൊണ്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. അത് വായിക്കുകയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ എഴുതി വയ്ക്കുകയും വേണം. കൂടുതലായിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. കൂടുതലായിട്ട് റെഫറൻസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പറയുന്ന കാര്യങ്ങൾ, ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, കൂടുതലായിട്ട് വായിക്കുകയും അതുപോലെ തന്നെ അറിവ് സമ്പാദിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.